നഷ്ടവും വേദനയൊന്നും മനുഷ്യർക്ക് മാത്രമല്ല, മിണ്ടാപ്രാണികളായ ജന്തുക്കൾക്കും വയനാട് ദുരന്തമേൽപ്പിച്ചത് കനത്ത പ്രഹരമാണ്. അപകടം നടന്നു മുതൽ ഈ നിമിഷം വരെ ചൂരൽമലയിലെത്തുന്നവരുടെ ഹൃദയം പിളർത്തുന്ന 2 നായ്ക്കളുണ്ട്. നട്ടാപ്പാതിരേക്ക് പോലും ചെളിക്കൂനയിലും ആൾക്കൂട്ടത്തിലും തങ്ങളുടെ ഉറ്റവരെ തേടി അലയുകയാണ് അവറ്റകൾ. ഉരുൾപൊട്ടലിന്റെ പിറ്റേന്ന് പുലർച്ചെ 3 മണി നേരത്തെ കാഴ്ചയാണിത്. ഞങ്ങൾ ചൂരൽമലയിലെത്തുമ്പോൾ ഇവർ 2 പേരും ആരെയോ പരതി നടക്കുകയായിരുന്നു. പെയ്തിറങ്ങുന്ന മഴയത്തും കൂരാക്കൂരിരുട്ടിലും ഇവരുടെ പരക്കം പാച്ചിൽ ഉറ്റവരെ തേടിയാണ്. ഇരുവരും ഒരുപോലെ ക്ഷീണിതർ. ഭക്ഷണം ലഭിച്ചിട്ടുണ്ടാകില്ല. കഴിക്കാൻ ബിസ്ക്കറ്റ് നൽകിയെങ്കിലും മുഖം തിരിച്ചു. പക്ഷേ തിരച്ചിലിനും പരക്കം പാച്ചിലിനും മാത്രം ഒരു കുറവുമില്ല. വിശപ്പടക്കാൻ ഭക്ഷണത്തെക്കാൾ ഇവർക്കാവശ്യം ഈ മണ്ണിനടിയിൽ എവിടെയോ പൊതിഞ്ഞുപോയ അവരുടെ ഉറ്റവരെയാണ്. ഉറക്കക്കുറവുൾപ്പെടെ അധികഠിന ക്ഷീണം ഇവരുടെ ശരീരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിലത്തുറച്ചു നിൽക്കാനാകാതെ ശരീരം കുഴഞ്ഞ് മറിഞ്ഞു വീഴാൻ പോയത് എത്രയോ വട്ടം. പല ഭാഗത്തേക്കായി മറിഞ്ഞു പോവുകയാണ്. അതിന് എത്രത്തോളം ക്ഷീണിതനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം, ഒരു കയ്യും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും ആഞ്ഞ് സ്ട്രെച്ച്, അത്രത്തോളം ക്ഷീണിതനാണ്. പകൽ വെളിച്ചത്തിൽ മനുഷ്യരുടെ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുമ്പോഴും ഇവറ്റകളും അന്വേഷണം തുടരുകയാണ്. ഒന്ന് വാവിട്ടു കരയാനോ ഉള്ളിലെ ഒടുങ്ങാത്ത സങ്കടം തുറന്നു പറയാനോ ഇവറ്റകൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ മനുഷ്യ സങ്കടത്തോളം അതും അലകടലായി ഒഴുകിയേനെ. നഷ്ടങ്ങളുടെ സങ്കടക്കടലിൽ ആശ്വാസതീരം തീരെയില്ലാത്ത എത്രയോ ജീവികളും വയനാട് ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ്. വീഡിയോ ജേർണലിസ്റ്റുകളായ ജിതിൻ ജോസഫിനും ഹണി തങ്കപ്പനുമൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.